സാറേ, നമ്മളെ കൊച്ചി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇപ്പോഴും മേയർ ആരാണെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. പ്രധാനമായും ഷൈനി മാത്യു, വി കെ മിനിമോൾ, ദീപ്തി മേരി വർഗീസ് എന്നിവരുടെ ഈ 3 പേരുടെ പേരുകളാണ് അതിൽ പ്രധാനമായും പരിഗണിക്കുന്നത്. ഇതിൽ ഷൈനി മാത്യു 2015 മുതൽ 2020 വരെ സൗമിനി ജയൻ മേയറായപ്പോൾ പകുതി 2.5 വർഷം അവർക്ക് കൊടുക്കാമെന്ന് നേതൃത്വം വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷേ എന്നാൽ ആ വാഗ്ദാനം പാലിച്ചില്ല. എന്തായിരിക്കും നമ്മുടെ കൊച്ചി കോർപ്പറേഷനിലെ ഒരു മേയറാവാൻ സാധ്യത? ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ? ആരായിരിക്കും? അതായത് കൊച്ചി കോർപ്പറേഷൻ UDFൻ്റെ ശക്തി കേന്ദ്രമാണ്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 47 മണ്ഡലങ്ങളിലാണ്, 47 വാർഡുകളിലാണ് UDF വിജയിച്ചിട്ടുള്ളത്. അതായത് മൊത്തം 76 സീറ്റിൽ 47 സീറ്റ് എന്ന് പറയുന്നത് ബഹുഭൂരിപക്ഷം സീറ്റിനും വിജയിച്ചു എന്നുള്ളതാണ്. UDFന് എല്ലാ സ്ഥലത്തും വൻ ഭൂരിപക്ഷത്തോടു കൂടിയിട്ടാണ് സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടുള്ളത്. ഒന്നുകൂടി മെനക്കെട്ടിരുന്നെങ്കിൽ 6 സീറ്റ് കൂടി ശരിക്കും UDFന് പിടിച്ചെടുക്കാമായിരുന്നു. റിബലുകൾ 12 സ്ഥലത്തുള്ളത് കൊണ്ടും പ്രാദേശികമായ ചില പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടും മാത്രമാണ് ചില സീറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ 47 സീറ്റ് എന്ന് പറഞ്ഞാൽ ശക്തമായ നിലയിലാണ് അവരെ വിജയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ള ഒരു പരാജയത്തിൽ നിന്നൊക്കെ റിക്കവർ ചെയ്ത് UDFൻ്റെ കൃത്യമായിട്ടുള്ള വോട്ടിംഗ് പാറ്റേൺ ഇത്തവണ വന്നിട്ടുണ്ട്. അങ്ങനെ കിട്ടിയ ഈ കൊച്ചി കോർപ്പറേഷനിൽ ചില തർക്കങ്ങളുണ്ട് എന്ന് പറയുന്നത് സത്യമാണ്. ആ തർക്കത്തിന് കാരണം ഈ ഷൈനി മാത്യുവിന് മുമ്പ് സൗമിനി ജയിനുള്ള സമയത്ത്, മേയറായ സമയത്ത് അവർക്ക് മേയർ സ്ഥാനം കൊടുക്കാമെന്ന് 2.5 വർഷം കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിരുന്നത്. സൗമിനി ജെയിൻ ഒഴിഞ്ഞു കൊടുത്തില്ല. അപ്പോൾ അതിൻ്റെ തർക്കം അന്ന് മുതൽ തന്നെയുണ്ട്. ആ തർക്കമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. മാത്രമല്ല, ലത്തീൻ കത്തോലിക്കർ ഏറ്റവും ശക്തമായ സ്ഥലമാണ് എറണാകുളവും. അതുപോലെ കേരളത്തിൻ്റെ തെക്കൻ ജില്ലകളിൽ ഈ ലത്തീൻ കത്തോലിക്കർ തീരദേശ മേഖല ശക്തമാണ്. അങ്ങനെയുള്ള സന്ദർഭം അവരെ തെറ്റിക്കുക എന്നുള്ളതും പ്രയാസമാണ്. ലത്തീൻ കത്തോലിക്കരുടെ ഒരു ആവശ്യമായി തന്നെ ഷൈനി മാത്യുവിനെ വിജയിപ്പിക്കുക, അവർക്ക് മേയർ സ്ഥാനം കൊടുക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചു എന്നുള്ള കാര്യം സത്യമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശക്തമായ അടിത്തറയുള്ള മേഖലയാണ് ലത്തീൻ കത്തോലിക്കരുടെ മേഖല എന്ന് പറയുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ ഇവിടെ പരിഗണിക്കുന്ന കാര്യം, ദീപ്തി മേരി വർഗീസ് സംസ്ഥാന കോൺഗ്രസ് സെക്രട്ടറിയാണ്. അവർ ശക്തയാണ്. അവർ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പ്രാധാന്യം കൃത്യമായി ദീപ്തി മേരി വർഗീസിനാണ്. എന്നാൽ അതോടൊപ്പം തന്നെ എക്സ്പീരിയൻസ് നോക്കിയാൽ ഭരിച്ചുള്ള എക്സ്പീരിയൻസ് നോക്കിക്കഴിഞ്ഞാൽ മിനിമോളുണ്ട്. പാലാരിവട്ടം മാമംഗലം നിയോജകമണ്ഡലത്തിൽ നിന്ന് വിജയിച്ചുള്ള മിനിമോളുണ്ട്. അപ്പോൾ ഈ 3 പേര് തമ്മിലുള്ളൊരു പ്രശ്നം എറണാകുളം കോർപ്പറേഷൻ ഏരിയയിലെ മേയർ സ്ഥാനാർത്ഥിക്കുള്ള ഒരു തെരഞ്ഞെടുപ്പിലുണ്ട് എന്നുള്ളത് ഒളിപ്പിച്ച് വെക്കേണ്ട കാര്യമല്ല. ഇതിലൊരു സങ്കീർണത കോൺഗ്രസ് നേരിടുന്നുണ്ട്. അത് പരിഹരിക്കാൻ ഇവിടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ ഈ പലതട്ടം ചർച്ച നടത്തി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പക്ഷേ അതെല്ലാം രമ്യമായി പരിഹരിക്കുമെന്നാണ് VD സതീശൻ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞത്. അതെങ്ങനെയാണ് ചോദിച്ചാൽ, ഞങ്ങളുടെ 26-ാം തീയതിയാണ് ഈ തെരഞ്ഞെടുപ്പ് വരുന്നത്. ആ 26-ാം തീയതി നിങ്ങൾ കാണാം ഞങ്ങളുടെ മേയർ ആരാണെന്നുള്ളത്. 22-ാം തീയതി 20-ാം തീയതി ഇതാണ് എന്താ സത്യപ്രതിജ്ഞാ ചടങ്ങാണ്. 21-ാം തീയതി അല്ലേ? 21-ന് സത്യപ്രതിജ്ഞാ ചടങ്ങാണ്. അപ്പോൾ ഇന്നലെ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ 22-ാം തീയതി ഞങ്ങൾ അവിടെ മീറ്റിംഗ് കൂടും. 26-ാം തീയതി ഞങ്ങൾ മേയർ ആരാണെന്നുള്ളത് കൃത്യമായി വരും എന്നാണ് VD സതീശൻ പറഞ്ഞിട്ടുള്ളത്. VD സതീശൻ എന്ന് പറഞ്ഞാൽ ചാണക്യതന്ത്രങ്ങൾ അറിയുന്ന ഒരു നേതാവാണ്. കഴിഞ്ഞ അധികം പ്രതിപക്ഷ നേതാവായ ശേഷം കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഉപതെരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ ഇലക്ഷനിൽ തന്നെ സ്ഥാനാർത്ഥികളെ ഉടനെ പ്രഖ്യാപിക്കുന്ന ഒരു രീതി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്രാവശ്യം ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പോലും UDF ആണ് ഏറ്റവും അധികം സ്ഥാനാർത്ഥികളെ ഡിക്ലെയർ ചെയ്ത് എല്ലാവരും ഞെട്ടിച്ചുള്ളത്. സാധാരണ UDF വളരെ പിന്നിലായിരിക്കും. അവരുടെ തന്ത്രങ്ങളൊക്കെ മെനഞ്ഞ് വരുമ്പോഴേക്ക് LDF പ്രഖ്യാപിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് UDFനെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാറ്. ഇപ്പോൾ അങ്ങനെയല്ല, കൃത്യമായി നേരത്തെ തന്നെ പ്രഖ്യാപിക്കുന്നു, നേരത്തെ തന്നെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് കണ്ടിട്ടുള്ളത്. അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി നടന്നത് എറണാകുളം കോർപ്പറേഷനിൽ നടന്നിട്ടുണ്ട്. എറണാകുളം കോർപ്പറേഷൻ അത്തരം തർക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ 12 റിബലുകൾ ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. പക്ഷേ ആ റിബലുകളൊന്നും വലിയ പ്രശ്നമായി വന്നിട്ടില്ല. കൃത്യമായി UDFന് വലിയ ആധിപത്യം തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പ്രശ്നമാണ്, മേയർ പ്രശ്നമാണ് ഇപ്പോൾ അവരെ മുന്നിൽ നിൽക്കുന്നത്. അത് 3 തരത്തിൽ തർക്കങ്ങളുണ്ട്. കാരണം ഒന്ന്, എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ, അത് മിനിമോളാണ്. 2, പാർട്ടിയുടെ ഔദ്യോഗികമായ സ്ഥാനത്തിരിക്കുന്ന ഏറ്റവും മുതിർന്ന നേതാവ് ദീപ്തി മേരി വർഗീസാണ്. 3ാമത്
ലത്തീൻ കത്തോലിക്കരുടെ പ്രതിനിധി ഷൈൻ മാത്യുവിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരെ നേരത്തെ അവരെ മേയറാക്കാന്ന് പറഞ്ഞ് പറ്റിച്ചു എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ മൂന്നും പരിഹരിക്കുമ്പോൾ ആരായിരിക്കും മേയർ എന്ന് ഇപ്പോൾ പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അവർ തന്നെ പ്രഖ്യാപിക്കുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ പറ്റുന്ന സാഹചര്യമുള്ളൂ. എറണാകുളം കോർപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹൈബീഡൻ്റെ ഏറ്റവും ശക്തി കേന്ദ്രമാണ്. അതുപോലെ ഹൈബീഡൻ ആണ് ഇവിടുത്തെ MP ആയിട്ട് വളരെ ശക്തനായ നേതാവ് എന്ന് പറയുന്നത്. അവിടെ വിനോദാണ് ഒരു MLA ഉള്ളത്, KJ വിനോദ്. മറുഭാഗത്ത് AJ വിനോദ്, TJ വിനോദ്, സോറി. അതേസമയത്ത് കൊച്ചിയിൽ മാക്സിയാണ് ഉള്ളത്, മാക്സിയാണ്. അവിടെ കോൺഗ്രസ് തകർന്നെടുക്കുന്നിടത്തുനിന്നാണ് കൊച്ചി മേഖല, പശ്ചിമ കൊച്ചി കംപ്ലീറ്റ് UDFൻ്റെ കൂടെ വന്നത്. ഇത്തവണ അവിടെ ശക്തമായിട്ട് 1-2 സീറ്റ് ഒഴികെ ബാക്കിയെല്ലാം UDFൻ്റെ കൂടെ ഇങ്ങോട്ട് പോരുമായിരുന്നു. CPMന് വലിയ മുൻതൂക്കം അവിടെ ഉണ്ടായിരുന്നില്ല. പല സ്ഥലങ്ങളിലും LDFൻ്റെ കേന്ദ്രങ്ങളൊക്കെ അടിച്ച് തകർത്തിട്ടാണ് UDF വിജയിച്ചിരിക്കുന്നത്. അപ്പോൾ ആ മേഖലയെ പ്രതിനിധീകരിച്ച് കൂടി ഒരാൾ വരണം എന്നുള്ള ചിന്താഗതി UDFൻ്റെ ഉള്ളിലുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ ഉള്ളിലുണ്ട്. ഇവിടെ കോൺഗ്രസ്സിനാണ് തീരുമാനിക്കേണ്ട. മേയറും ഡെപ്യൂട്ടി മേയറൊക്കെ തന്നെ കോൺഗ്രസ്സുകാരാണ് ഉണ്ടാവുക. കാരണം ഇവിടെ മുസ്ലിം ലീഗിന് അത്ര സീറ്റുകളൊന്നുമില്ല. അവർക്ക് ഒറ്റയ്ക്ക് ഭരിക്കാവുന്ന സീറ്റുണ്ട് അവർക്ക് കോൺഗ്രസ്സിന്. അതുകൊണ്ട് തന്നെ മേയറും ഡെപ്യൂട്ടി മേയറും അവർ തന്നെയായിരിക്കും. അപ്പം പക്ഷേ ഈ പ്രശ്നം പശ്ചിമ കൊച്ചിയെ പ്രതിനിധീകരിക്കുന്ന, അതായത് കൊച്ചി നിയമസഭാ മണ്ഡലം കൂടി ശ്രദ്ധിക്കപ്പെടുന്ന രൂപത്തിൽ, അവിടെയും കൂടി പിടിച്ചെടുക്കുന്ന രൂപത്തിൽ ഒരു സ്ഥാനാർത്ഥി ആവാനാണ് ശ്രമിക്കുന്നത് കോൺഗ്രസ്. അത് വിലയിരുത്തുന്നുണ്ട്. അതേസമയം ദീപ്തി മേരി വർഗീസിന് ചിലപ്പോൾ നിയമസഭാ ഇലക്ഷനിലേക്ക് മാറ്റി സീറ്റ് കൊടുത്തിട്ട് ചിലപ്പോൾ അവരെ മേയർ സ്ഥാനത്ത് നിന്ന് മാറ്റാം. ഇവർ രണ്ടുപേരും പറ്റാതെ തമ്മിൽ വരികയാണെങ്കിൽ മിനി മോൾക്ക് സാധ്യതയുണ്ട്. സാർ, ഇതിൽ VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ എന്നിവരുടെ ഒരു നിലപാട് ഈ മേയർ തെരഞ്ഞെടുപ്പിൽ ആരെ മേയറാക്കുമെന്ന കാര്യത്തിൽ അവരുടെ തീരുമാനം കൂടി നിർണായകമാവില്ലേ? KC വേണുഗോപാലിൻ്റെ ആളായിരുന്നു ദീപ്തി മേരി വർഗീസിനെ പത്രങ്ങളൊക്കെ വിശേഷിപ്പിക്കുന്നത്. മിനിമോളിനെ വിശേഷിപ്പിക്കുന്നത് രമേശ് ചെന്നിത്തലേൻ്റെ ആളായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. അതേപോലെ ഷൈനി മാത്യുവിനെ വിശേഷിക്കുന്നത് നമ്മുടെ VD സതീഷിൻ്റെ ആളായിട്ടാണൊക്കെ പ്രചരിപ്പിക്കുന്നത്. പക്ഷെ ഇതിൽ ഏറ്റവും അധികം തീരുമാനം എടുക്കേണ്ട ആൾ മുഹമ്മദ് ഷിയാസാണ്. കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം, എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം VD സതീശൻ ആശ്രയിക്കുന്നത് ഷിയാസിനെയാണ്. ഷിയാസ് ഈ പറയുന്ന 47 പേരുടെയും വാർഡ് മെമ്പർമാരുടെയും കൗൺസിൽ മെമ്പർമാരുടെയും മനമറിഞ്ഞ് ആർക്കാണ് താല്പര്യം എന്ന് അവർ കണ്ടെത്തി കൊടുക്കാനുള്ള ഒരു തീരുമാനമാണ് അറിയുന്നത്. ഇവർ തമ്മിൽ വലിയ ഭിന്നിപ്പുണ്ടെന്ന് പറയുന്ന ഒരു പ്രചരണം നന്നായിട്ട് നടക്കുന്നുണ്ട്. KC വേണുഗോപാൽ ദീപ്തി മേരി വർഗീസിന് വേണ്ടിയിട്ട് പ്രാധാന്യം കൊടുക്കുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് VD സതീഷും ദീപ്തി മേരി വർഗീസിന് തന്നെയാണ് പ്രാധാന്യം കൊടുക്കും. മുഹമ്മദ് ഷിയാസും ദീപ്തി മേരി വർഗീസ് വരട്ടെ എന്നുള്ള ഒരു താല്പര്യമാണ് ഉള്ളതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ലത്തീൻ കത്തോലിക്കരുടെ ആവശ്യം പരസ്യമായി ഡിക്ലെയർ ചെയ്ത സ്ഥിതിക്ക് ഷൈനി മാത്യു വേണമെന്ന് പറയുന്ന ഒരു കാര്യത്തിന് മുൻതൂക്കം വരാൻ സാധ്യതയുണ്ട്. അത് കാരണം എന്ന് വെച്ചാൽ ഈ ദീപ്തി മേരി വർഗീസിന് അടുത്ത നിയമസഭാ ഇലക്ഷനിൽ ഏതെങ്കിലും സീറ്റ് കൊടുത്ത് മത്സരിപ്പിക്കാനുള്ള തന്ത്രങ്ങളും കോൺഗ്രസ് ഒരുക്കുന്നത്. പ്രത്യേകിച്ചും എറണാകുളം ജില്ലയിൽ 14 സീറ്റും UDFന് മുൻതൂക്കം കിടക്കുകയാണ്. ഇപ്പോഴത്തെ ഭൂരിപക്ഷം നോക്കണ്ട, അടുത്ത ഭൂരിപക്ഷം ചിലപ്പോൾ ഇതിൻ്റെ ഇരട്ടിയാവും. നമ്മൾ തൃക്കാക്കര എടുത്ത് നോക്കി കഴിഞ്ഞാൽ 15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇപ്രാവശ്യം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വന്നിട്ടുള്ളൂ. പക്ഷേ നിയമസഭാ ഇലക്ഷനിൽ കഴിഞ്ഞ 25,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടിയ സ്ഥലമാണ്. 25,000-ൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. 12,000 വോട്ടായിരുന്നു VT തോമസ് വിജയിച്ചത്. 25,012 വോട്ടാണ് നമ്മുടെ ഉമാ തോമസ് വിജയിച്ചത്. അവിടെ 12,000 വോട്ട്, പ്രാവശ്യം 15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമേ ഉള്ളൂ. പക്ഷെ അത് അന്ന് നോക്കണ്ട. നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ ഇതിൻ്റെ ഇരട്ടി ഭൂരിപക്ഷം കിട്ടേണ്ട സ്ഥലങ്ങളിൽ ആണ് എറണാകുളം. അപ്പോൾ ഇവിടെ തർക്കമുണ്ടാക്കാതെ സൂക്ഷിക്കേണ്ടത് പ്രധാനമാണ്. മാത്രമല്ല VD സതീശനാണ് എറണാകുളം ജില്ല നോക്കിയിട്ടുള്ളത്. അപ്പോൾ VD സതീശൻ്റെ നിലപാടായിരിക്കും ഏറ്റവും ഫൈനലായിട്ട് വരിക. KC വേണുഗോപാലിൻ്റെയോ രമേശ് ചെന്നിത്തലയല്ല. രമേശ് ചെന്നിത്തല കോഴിക്കോടാണ് നോക്കിയത്. ഇവിടെ VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള അദ്ദേഹമാണ് മേൽനോട്ടം വഹിച്ചത്. അതുകൊണ്ട് എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം VD സതീശൻ എന്താണോ ഫൈനൽ തീരുമാനിക്കുന്നത് അതാണ് നടപ്പിലാക്കാൻ സാധ്യത. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഷൈനി മാത്യു ആവാൻ സാധ്യതയുണ്ട് മേയറായിട്ട്.